നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടശ്ശേരിക്കര പേങ്ങാട്ടുകടവിൽ പാലം നിർമ്മിക്കണമെന്ന ശബരിമല തീർത്ഥാടകരുടെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. പാലത്തിന് നാളെ ശിലാസ്ഥാപനം നടത്തും. പത്തനംതിട്ട ജില്ലാതല കേരളോത്സവത്തിന് നാളെ സമാപനമാകും. കലാമത്സരങ്ങൾ അവസാനിച്ചു. മല്ലപ്പള്ളി കുന്നദാനം ദൈവപരിപാലനം കേന്ദ്രത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾ റാന്നിയിൽ അവതരിപ്പിച്ച നിർദീപങ്ങൾ എന്ന പരിപാടി ശ്രദ്ധേയമായി. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല തീർത്ഥാടകരുടെ വർഷങ്ങൾ നീണ്ട ആവശ്യമായ വടശ്ശേരിക്കര പേങ്ങാട്ടുകടവ് പാലം യാഥാർത്ഥ്യമാകുന്നു. ഡിസംബർ 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാലത്തിന് ശിലാസ്ഥാപനം നടത്തും. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അദ്ദേഹം കഴിഞ്ഞ അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യമന്ത്രി അവിടെ ഒരു പാലം തന്നെ നിർമ്മിക്കാമെന്ന് പറയുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അധികം പ്രതിഷേധമോ അധികം ബഹളമോ സമരങ്ങളോ ഒന്നും കൂടാതെ തന്നെ അവിടെ പാലം ചെയ്ത് നടത്താം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും നിർമ്മാണ ഉദ്ഘാടനം 2-ാം തീയതി 3 മണിക്ക് വടശ്ശേരിക്കര നടക്കുകയാണ്. അതിന് ശിലാസ്ഥാപനം നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. അദ്ദേഹം കടന്നൂരിൽ മുദ്രാവാക്യ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ BJPയുടെയും ശ്രീ ആന്റോണിയുടെയും രാജ്യപരം അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന റാന്നി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന റാന്നി ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്ക് ഊഷ്മള യാത്രയയപ്പ് നൽകി. RRT റേഞ്ച് ഓഫീസർ മുരളീധരൻ, കരികുളം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ചന്ദ്രദാസ്, കണമല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ OG ശശി, റാന്നി റേഞ്ച് ഓഫീസിലെ TK ഗണേശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സ്വീകരണ യോഗം റാന്നി DFO S ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇനി നാളെ മുതൽ എന്താണ് എന്നുള്ളൊരു തോന്നലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാവും. അപൂർവം ചിലർ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. ചിലർക്ക് ഞാൻ ഇത്രയും കാലം നന്നായിട്ടൊക്കെ ചെയ്തു, ഇനി ഒരു വിശ്രമം എനിക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. നമ്മുടെ സഹപ്രവർത്തകരായ ഈ 4 പേരും ഈ സർക്കാരിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞിട്ടുള്ള ജീവിതം വളരെ ശോഭനമായിരിക്കട്ടെ, അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ 4 പേർക്കും നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. റാന്നി റേഞ്ച് ഓഫീസർ A നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ശ്രീ KK മുരളീധരൻ 32 വർഷം 32 വർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം 23 വയസ്സ് വനംവകുപ്പിൽ ഫോറസ്റ്റ് ഗാർഡായി സർവീസ് പ്രവേശിക്കുകയും ഒരു ജീവനക്കാരന് കിട്ടാമെന്നുള്ള എല്ലാവിധ ഗ്രേഡും വാങ്ങി, അതായത് റേഞ്ച് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിന് റേഞ്ച് ഓഫീസർ ഗ്രേഡ് ലഭിച്ചാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ഇത്രയും കാലം ഈ വനം വകുപ്പിനെ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി, ഭാവി തലമുറയ്ക്കായി വനം സംരക്ഷിക്കുവാൻ അദ്ദേഹം കാണിച്ച അതീവ ജാഗ്രതയ്ക്ക് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. അസിസ്റ്റന്റ് കൺസർവേറ്റർ KR അനിൽകുമാർ, PRO ആശാലത, AA ഷാജഹാൻ, PK മോഹനൻ നായർ, PS സതീഷ് കുമാർ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി. എല്ലാവിധ കെയറും ഒരു ഫാദർലി അഫെക്ഷൻ ഒക്കെ തന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ റേഞ്ചിലെ ഗണേശേട്ടൻ, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ഗണേശേട്ടൻ. ലളിതമായി നമ്മളൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അവരിൽ ആദരവ് പുലർത്തി നമുക്ക് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ള റേഞ്ച് ഓഫീസറുടെയും ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. ഇപ്രകാരം നമ്മൾ ഈ 4 ആദരണീയരായ വ്യക്തികൾക്കും നമ്മളിന്നിവിടെ ഈ ചടങ്ങ് നടത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ ജീവനക്കാരും സഹപ്രവർത്തകരും നമ്മുടെ അഭ്യുദയകാംക്ഷികളും നമുക്ക് സഹായമായും
മുമ്പോട്ട് വരികയും അവർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുന്നതിന് അർത്ഥപൂർണമായ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ റാന്നി. പഴവങ്ങാടി പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 1 മാസത്തിനുള്ളിൽ നടക്കും. അനിത അനിൽകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഇന്നലെയാണ് അനിത അനിൽകുമാർ രാജിവെച്ചത്. റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. UDF മുന്നണി ധാരണ പ്രകാരം കോൺഗ്രസ് നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് അനിത അനിൽകുമാർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. വികാരനിർഭര പടിയിറക്കമായി പ്രസിഡന്റ് രാജി. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 3 വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ച ഞാൻ ഇന്ന് പാർട്ടിയുടെ ധാരണപ്രകാരം രാജിവെക്കുകയാണ്. എനിക്ക് വേണ്ടി വളരെയധികം സഹായങ്ങൾ ചെയ്ത വിദേശത്തിലുള്ള എല്ലാ ദേശവാസികളോടും, അതുപോലെ തന്നെ മത മേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ പാർട്ടിയുടെ സജീവമായ പ്രവർത്തകർ, പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ പ്രമുഖ മലനാട് ചാനൽ, അതുപോലെ മറ്റ് ചാനൽ പ്രവർത്തകർ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവരോടുള്ള നിസ്സീമമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതേസമയം ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാണി കേരളയിലെ അജു വളഞ്ഞതുരുത്തിയിലിനെ തെരഞ്ഞെടുത്തു. LDFിലെ ജോർജ് ഫിലിപ്പിനെ പരാജയപ്പെടുത്തിയാണ് അജു വളഞ്ഞതുരുത്തിയിൽ പഞ്ചായത്തിലെ പുതിയ വൈസ് പ്രസിഡന്റായത്. അജുവിന് 9 വോട്ട് ലഭിച്ചപ്പോൾ 7 വോട്ടിലേക്ക് ജോർജ് ഫിലിപ്പ് തള്ളപ്പെട്ടു. 1 വോട്ട് അസാധുവായി. 17 അംഗ പഞ്ചായത്തിൽ 9 പേരുടെ അംഗബലമാണ് UDFിനുള്ളത്. ന്യൂസ് ബ്യൂറോ റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735225197, 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724, 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്.
പത്തനംതിട്ട ജില്ലാതല കേരളോത്സവത്തിന്റെ ഭാഗമായ കലാമത്സരങ്ങൾക്ക് സമാപനമായി. കലോത്സവ നഗറിലെ രണ്ടാം വേദിയിൽ നടന്ന കർണാട്ടിക് സംഗീത മത്സരം രാഗങ്ങളുടെ പെരുമഴയിൽ ശ്രദ്ധേയമായി. കർണാട്ടിക് രാഗങ്ങളുടെ ഹൃദ്യതയാൽ കേരളോത്സവത്തിന്റെ രണ്ടാം വേദി വൃശ്ചിക പകലിൽ ഇന്ന് സംഗീത സാന്ദ്രമായി. രണ്ടാം വേദിയിലെത്തിയ പ്രതിഭകൾ ഹൃദയകാരികളായ രാഗങ്ങളുടെ മധുരിമ സുന്ദരമായി അവതരിപ്പിച്ചു. തോടിയിൽ തുടങ്ങി ആരഭിയിൽ അവസാനിച്ച രാഗവിസ്താരം രണ്ടാം വേദിയായ കടമനിട്ട നഗറിനെ ശ്രദ്ധേയമാക്കി. കർണാട്ടിക്കിലെ പ്രശസ്തമായ കരകരപ്രിയ, കീരവാണി, തോടി, മധ്യമാവധി തുടങ്ങിയ രാഗങ്ങൾ ഏറ്റവും സുന്ദര കീർത്തനങ്ങളിൽ തന്നെ രണ്ടാം വേദിയിലെത്തി. മല്ലപ്പള്ളി ബ്ലോക്കിൽ നിന്നെത്തിയ ജിഷ്ണു ജയപ്രകാശിനാണ് കർണാട്ടിക് സംഗീതത്തിൽ ഒന്നാം സ്ഥാനം. പ്രശസ്ത സ്വാതിരുന്നാൾ കൃതിയാണ് ജിഷ്ണു വേദിയിൽ അവതരിപ്പിച്ചത്. രാഗം കീരവാണി. ഇലന്തൂർ ബ്ലോക്കിൽ നിന്നുള്ള വിശാലിനാണ് രണ്ടാം സ്ഥാനം. തോടി രാഗത്തിൽ മുരുകസ്തുതിയായ കാർത്തികേയ കീർത്തനവുമായാണ് വിശാൽ രണ്ടാം വേദിയെ സുന്ദരമാക്കി തീർത്തത്.
പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. കേരളോത്സവത്തിന്റെ ഭാഗമായി റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വേദിയിൽ നടന്ന ലളിതഗാന മത്സരം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആൺപെൺ വിഭാഗത്തിലായിരുന്നു മത്സരം. കേരളോത്സവ നഗറിലെ രണ്ടാം വേദിയായ കടമനിട്ട നഗറിൽ നടന്ന ലളിതഗാന മത്സരം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. 9 മത്സരാർത്ഥികളാണ് ലളിതഗാനം രണ്ടാം വേദിയിൽ ഹൃദ്യമാക്കിയത്. കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ രാമായണ കേളി ശാരിക പൈങ്കിളി രാജീവമേത്രനെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ. കലാകേരളത്തിന് ഏറെ പരിചിതമായ ഗാനങ്ങൾ തന്നെ വേദിയിലെത്തി. ആരോഹണം അവരോഹണം ആപാദമധുര സ്വരരാഗമേളം മദകര ശുഭകര മാസ്മരഭാവം മനതാരി നിറയും സംഗീതമേളം. മല്ലപ്പള്ളി, പുളിക്കീഴ്, പറക്കോട്, ഇലന്തൂർ തുടങ്ങിയ ബ്ലോക്കിൽ നിന്നുള്ള പ്രതിഭകളാണ് ലളിതഗാന മധുരിമയുമായി എത്തിയത്. വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടായിരുന്നു മത്സരം. വൃന്ദാവന സാരംഗയിലെ ഗോദാവരിയുടെ തീരം റാന്നിയിലും ഏറെ സുന്ദരമായി. ഗോദാവരിയുടെ തീരങ്ങളിലെ ഗോവേദമണി സന്ധ്യകളെ സീതാദുഃഖം ഉടഞ്ഞൊരു കാലം ചേതസിലും പുരുഷന്മാരുടെ വിഭാഗത്തിൽ അജ്മലിനാണ് 1ാം സ്ഥാനം. മല്ലപ്പള്ളി ബ്ലോക്കിലെ ജിഷ്ണു ജയപ്രകാശിനാണ് 2ാം സ്ഥാനം. വനിതകളുടെ വിഭാഗം മത്സരത്തിൽ പുളിക്കീഴ് ബ്ലോക്കിലെ വിനിത ആർബിക്കാണ് 1ാം സ്ഥാനം. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ജന നന്ദുവിനാണ് 2ാം സ്ഥാനം. രണ്ടാം വേദിയായ കടമനിട്ട നഗറിൽ നടന്ന ഗാനാലാപന മത്സരങ്ങളിൽ പങ്കെടുക്കുവാനോ സദസ്സായിരിക്കുവാനോ പക്ഷേ റാന്നിയിൽ നിന്ന് ആരുമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, റാന്നി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങളുടെ വേദികൾ നാഥനില്ല കളരി എന്ന പഴഞ്ചൊല്ലിനെയാണ് അനുസ്മരിപ്പിച്ചത്. കൊണ്ടുപിടിച്ച് ആഘോഷപരമായി ഉദ്ഘാടന ചടങ്ങ് നടത്തിയ സംഘാടകർ മത്സരവേദികളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഒരു റിപ്പോർട്ട്.
ജില്ലാ കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങൾ നടന്ന റാന്നിയിലെ വേദികൾ ശ്രദ്ധേയമായത് സംഘാടകരുടെ നിസ്സഹകരണം കൊണ്ടാണ്. മത്സരാർത്ഥികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ട സംഘാടകരെ വേദിയിലോ പരിസരത്തോ കാണാനില്ലായിരുന്നു. അതിനാൽ തന്നെ മത്സരാർത്ഥികളാണ് ശരിക്കും വെട്ടിലായത്. മാത്രമല്ല, മത്സരങ്ങൾക്ക് ക്രമീകരിച്ചിരുന്ന വേദികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങളുടെ ഹൈലൈറ്റ് ആയിരുന്നു. ബഹുവർണ്ണ നോട്ടീസിൽ തുടങ്ങി പ്രൗഢോജ്വലമായ ഘോഷയാത്രയുമൊക്കെ കണ്ട് കേരളോത്സവത്തിന്റെ കലാപരിപാടികൾ വലിയൊരു സംഭവമായിരിക്കുമെന്ന് മനസ്സിൽ കണ്ട റാന്നിക്കാർ അമ്പരന്നത് ഒന്നുകൊണ്ട് മാത്രം. സംഘാടകരുടെ സാന്നിധ്യമില്ലാതെ ഒരു കേരളോത്സവം, ചുരുക്കി പറഞ്ഞാൽ നാഥനില്ല കളരി എന്ന പഴഞ്ചൊല്ല്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്ക. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്ക. ഫോൺ 04735 251024. മൊബൈൽ 9961 553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പുന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. വാർത്തകൾ തുടരുന്നു. റാന്നി ക്രിസ്തോസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നിറദീപങ്ങൾ പരിപാടി നടന്നു. റാന്നി ക്രിസ്തോസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന നിരവധി മേഖലകളിലെ ക്രിസ്തീയ ദൗത്യത്തിന്റെ ഭാഗമായാണ് നിറദീപങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത്. കുന്നന്താനം ദൈവപരിപാലന കേന്ദ്രത്തിലെ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ നിരവധി കലാപരിപാടികൾ കോർത്തിണക്കിയാണ് നിറദീപങ്ങൾ സംഘടിപ്പിച്ചത്. ജീവാമൃത
റാന്നി ക്രിസ്തോസ് മർത്തോമ ഇടവക പാരിഷ് ഹാളിൽ വെച്ചായിരുന്നു നിറദീപങ്ങൾ ഒരുക്കിയത്. സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. യോഗനകത്ത് 10 പറഞ്ഞത് കേൾക്കൂ. യോഗനകത്ത് 10 പറഞ്ഞത് കേൾക്കൂ. കടം വീരുന്ന നശിപ്പിച്ചിട കുഞ്ഞെ നശിപ്പിച്ചിട എല്ലാ വിശ്വവരും ജീവനുണ്ടാവുക സമ്മതമായുണ്ടാവുക കുഞ്ഞെ സമ്മതമായുണ്ടാവുക. റാന്നി 2013 കോഴഞ്ചേരി ഉപജില്ലാ കലോത്സവം ഡിസംബർ 3 മുതൽ 6 വരെ കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലയിലെ 70 സ്കൂളുകളിൽ നിന്നായി 1500-ൽ പരം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഡിസംബർ 3-ന് കടമനിട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടമനിട്ട കരുണാകരൻ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് അരങ്ങുണരും. ഡിസംബർ 4-ന് NSS ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടക്കും. തുടർന്ന് അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ MLA അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. ചാനൽ അവതാരക കുമാരി B അരുന്ധതി കലാമേള ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 6-ന് നടക്കുന്ന സമാപന സമ്മേളനം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്യും. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു അലക്സാണ്ടർ സമ്മാനദാനം നിർവഹിക്കും. LP, UP, HS വിഭാഗങ്ങളിൽ നിന്നും 63 സ്കൂളുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും 7 സ്കൂളുകളും PHS വിഭാഗത്തിൽ നിന്നും 2 സ്കൂളുകളും ഇങ്ങനെ മൊത്തത്തിൽ 1500-ൽ പരം കലാകാരന്മാർ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഉദ്ഘാടന സമ്മേളനം 4-ാം തീയതി 10-ന് നടക്കും. സാംസ്കാരിക ഘോഷയാത്ര 4-ാം തീയതി 9 AM-ന് കടമനിട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് സ്കൂളിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസീന PR, PK ശ്യാമള, തോമസ് എബ്രഹാം, PK വത്സല, ജിനി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടശ്ശേരിക്കര പേങ്ങാട്ടുകടവിൽ പാലം നിർമ്മിക്കണമെന്ന ശബരിമല തീർത്ഥാടകരുടെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. പാലത്തിന് നാളെ ശിലാസ്ഥാപനം നടത്തും. പത്തനംതിട്ട ജില്ലാതല കേരളോത്സവത്തിന് നാളെ സമാപനമാകും. കലാമത്സരങ്ങൾ അവസാനിച്ചു. മല്ലപ്പള്ളി കുന്നദാനം ദൈവപരിപാലനം കേന്ദ്രത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾ റാന്നിയിൽ അവതരിപ്പിച്ച നിറദീപങ്ങൾ എന്ന പരിപാടി ശ്രദ്ധേയമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.